ഇവിടെ ആരുണ്ടെന്ന് നീ പറഞ്ഞു? പൂജയോ? ദേ നോക്ക്, വീട് പൂട്ടിക്കിടക്കുക. ഇവിടെ ആളുള്ളതിന്റെ എന്തെങ്കിലും ലക്ഷണം കാണുന്നുണ്ടോ? അളിയ ഒന്നുകൂടെ നോക്ക്. ഇവിടെ എന്ത് നോക്കാനാ? ഇവിടെ ഇതാ ഈ ജനലോട് അകത്തേക്ക് നോക്ക്. ഇപ്പൊ ബോധ്യായോ? എന്നാ വാ വാ അളിയ വാതി. അപ്പൊ ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ, നിനക്ക് സമാധാനമായല്ലോ. ഇനി ഇതിലേക്ക് പോവല്ലോ അല്ലേ? ആദി, നീ ഒന്ന് വണ്ടി കയറി. മിസ്സായല്ലോ. എന്നാലും അതാരാവും? ആർക്കറിയാം? പൂട്ടിക്കിടക്കുന്ന വീടല്ലേ, വല്ല കള്ളന്മാരായിരിക്കും. നീ വാ. അമ്മ എന്തിനാ ഇങ്ങനെ ഉറക്കം നിന്ന് കാത്തിരിക്കുന്നേ? ആദ്യമോൻ പോയത് ദത്തൻ സാറിന്റെ കൂടെ അല്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ മനസ്സ് നീറ്റുന്നേ? ദേ, സാർ അവനെ സുരക്ഷിതമായിട്ട് ഇങ്ങ് തിരിച്ചു കൊണ്ടുവരും. മുത്തശ്ശി ഇതുവരെ കിടന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ കിടന്നോ, അവര് വരുമ്പോ ഞാൻ വിളിക്കാന്ന്. നിന്നോട് ഞാനും പറഞ്ഞതല്ലേ ഗർഭാവസ്ഥയിൽ ഇങ്ങനെ ഉറക്കം നിൽക്കരുതെന്ന്. നീ എന്താ അത് കേൾക്കാഞ്ഞ്? നിനക്ക് നിന്റെ ആങ്ങളെ പറ്റിയും ഭർത്താവിനെ പറ്റി ആദ്യമുള്ളതുപോലെ എനിക്ക് എന്റെ കൊച്ചു മകനെ കുറിച്ചും കൊച്ചു മരുമകനെ കുറിച്ചും ചിന്തയുണ്ട്. ദേ, അവരെത്തിയല്ലോ. എന്താ മക്കളെ നിങ്ങൾ ഇത്രയും താമസിച്ച്? അത് കുറെ പേപ്പർ ക്ലിയർ ആക്കാനുണ്ടായിരുന്നു മുത്തശ്ശി. ഇവൻ ഡൽഹിക്ക് പോകുന്ന കാര്യത്തിന്റെ. എന്നിട്ട് എല്ലാം ക്ലിയർ ആയോ? പിന്നെ ക്ലിയർ ആവാതെ അല്ലടാ. ആ പിന്നെ തിങ്കളാഴ്ച നെടുമ്പാശ്ശേരി ഫ്ലൈറ്റ്. അതെങ്ങനെ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നേ? ഇവിടെ പണ്ട് പുരാതന കാലം തൊട്ടേ നമ്മുടെ പത്മനാഭന്റെ മണ്ണിൽ എയർപോർട്ട് ഉണ്ടല്ലോ. ഇവിടുന്ന് ടിക്കറ്റ് കിട്ടിയില്ല മുത്തശ്ശി. അത് കുറച്ച് കഷ്ടമായല്ലോ. ഇവിടെ ആയിരുന്നെങ്കിൽ ഇവൻ കേറി പോകുന്നത് എനിക്കിവിടെ കാണായിരുന്നു. ഇനിയിപ്പൊ കൊച്ചു വരെയൊക്കെ ആര് പോകാനാ? ഇവൻ ഡൽഹി ചെന്ന് 2 കറക്കം കറങ്ങിയാലും കൊണ്ടുവിടാൻ പോയാൽ നമ്മൾ ഇവിടെ തിരിച്ചെത്തില്ല. അത് കുഴപ്പമില്ല, തിരിച്ചു വരുമ്പോ ആദ്യം ശംഖുമുഖത്ത് വന്ന് ഇറങ്ങിയാൽ മതി. അപ്പോ നമുക്ക് എല്ലാവർക്കും കൂടി സ്വീകരിക്കാൻ പോവാം, അല്ലേടാ മോനെ? ഇവന്റെ മോന്ത എന്താടാ കടന്നൽ കുത്തി പോലെ ഇരിക്കുന്നത്? ഏയ് ഒന്നുമില്ല മുത്തശ്ശി, യാത്ര ചെയ്ത ക്ഷീണം കൊണ്ടാവും. അതിന് നിങ്ങൾ എവിടെ യാത്ര ചെയ്തു? സിറ്റി വരെ ഒന്ന് പോയതല്ലേ ഉള്ളൂ. ഇക്കണക്കിന് ഇവൻ ഡൽഹി വരെ പോകുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഒരവസ്ഥയില്ല. അവിടെ ചെല്ലുമ്പോ ഇവൻ നല്ല ഉഷാറായിക്കോളും. പോകുന്നതേ നമ്മുടെ രാജ്യ തലസ്ഥാനത്തേക്കല്ലേ. അവിടെ എത്ര കാഴ്ചകളാ കാണാൻ കിടക്കുന്നത്. അവൻ കാഴ്ച കാണാൻ പോവല്ലോ, പഠിക്കാൻ പോവല്ലേ. പഠിച്ചാൽ മാത്രം പോരാ, എല്ലാം വേണം. പ്രത്യേകിച്ച് നാളെ ഇവനൊരു IAS കാരനോ IPS കാരനോ ഒക്കെ ആകേണ്ടതാ. നാടിന്റെ ഹൃദയം തൊട്ടറിഞ്ഞു വേണം ഇനിയുള്ള ജീവിതം. ആട്ടെ, നിങ്ങൾ പോയ വഴി വല്ലതും കഴിച്ചായിരുന്നോ? കഴിച്ചു മുത്തശ്ശി. വരുന്ന വഴിക്ക് ഞങ്ങൾ ആ മഹേഷിന്റെ വഴിയോര കടക്കറി നല്ല വെള്ളയപ്പവും നാടൻ കോഴിക്കറിയും കഴിച്ചു. ഒട്ടും വിശപ്പില്ല അല്ലടാ. ഒരു ഗർഭിണിയോടാ നിങ്ങൾ ഈ കൊതിപ്പിക്കുന്ന കഥ പറയുന്നത്, അത് ഓർമ്മ വേണം. അനിത ഭാര്യ, നമുക്ക് നാളെ തന്നെ അങ്ങോട്ട് പോവാലോ. എന്താന്ന് വെച്ചാ വയറ് നിറച്ച് കഴിച്ചോ. അപ്പൊ ഞങ്ങള് പട്ടിണി കിടക്കോ? നിനക്ക് ഞാൻ പാഴ്സൽ കൊണ്ട് തരുമല്ലോ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് പോവാം. എന്താ അല്ലടാ? വാ മക്കളെ, വാ മോനെ.
ആദി മോനെ, ആദിക്കുട്ടാ, ആദിക്കുട്ടാ മോനെ, ആദിക്കുട്ടാ. ശ്ശടാ, ഈ ചെറുക്കൻ എവിടെ പോയി? മോനെ, ഡാ, ആദി, ആദിമോനെ, ആദിക്കുട്ടാ, ആദിക്കുട്ടാ. എന്താ ചേച്ചി? ആദിമോനെ പിന്നെയും കാണുന്നില്ല. എന്താടേ, എന്ത് പറ്റേ? അമ്മേ, ആദിമോനെ കാണാനില്ല. കാണാനില്ലെന്നോ? ആ. എന്നിട്ട് നീ ഇവിടെ വായി നോക്കി നിൽക്ക. പോയി എല്ലായിടത്തും നോക്കടി. അവൻ ആ പറമ്പിലോ അവിടെ എങ്ങാനും ഉണ്ടാവും. അല്ലാതെ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് എവിടെ പോകാനാ? ദത്തൻ എവിടെ പോയോ? ദത്തേട്ടൻ പുലർച്ചെ തന്നെ പോയി. ഇനി അവരൊരുമിച്ചാണോ പോയത്? വല്ല കടലാസോ മറ്റോ ശരിയാക്കാൻ? അല്ല, ദത്തേട്ടനെ ഞാനാ യാത്രയാക്കിയത്. ഏ? പിന്നെ ഇവനിതെവിടെ പോയി? ആമിമോളെ, ഞാൻ എല്ലായിടും നോക്കി, ആദിമോനെ എവിടെങ്ങും കാണാനില്ല. അതെ, എനിക്കൊരു സംശയം. ഇത് മുത്തശ്ശിയും കൊച്ചുമോനും കൂടിയുള്ള നാടകമാണോ? ദേ, മോളൊന്ന് നിന്നെ. മോളെന്താ ഒന്നും പറയാത്തെ? ഞാനെന്ത് പറയാനാ? ആണെങ്കി അവന്റെ വിധി, അല്ലാതെന്ത് പറയാൻ? അമ്മ എന്തായാലും പൂജാമുറി കയറി കഥ അടച്ചിട്ടുണ്ട്. എന്റെ ഭഗവാനെ, ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ എന്നോട് പൊറുക്കണമേ, എന്നോട് പൊറുക്കണമേ. മോന് സങ്കടായോ? ആയിട്ടുണ്ടാവും. എനിക്കറിയാം നിന്റെ മനസ്സ്. നിന്റെ മനസ്സിന്റെ പൂർണ്ണ സമ്മതമില്ലാതെ നീ ഒന്നും ചെയ്യണ്ട. ഡൽഹിക്ക് പോകാൻ ഇനി 2 ദിവസം ബാക്കിയുണ്ട്. അതിനിടയ്ക്ക് നിനക്ക് പൂജ കണ്ടുപിടിക്കാൻ പറ്റിയ ബാക്കി കാര്യം മുത്തശ്ശി നോക്കിക്കോളാം. അങ്ങനെ ഒരു വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ഞാൻ നിന്നെ തുറന്നുവിടാം. പക്ഷേ ഇതിന്റെ പിന്നിൽ ഞാനാണെന്ന് ഇവിടെ മറ്റാരും അറിയാൻ പാടില്ല. വൈകിപ്പിക്കണ്ട, ഇപ്പൊ തന്നെ പൊക്കോ. പൊക്കോടാ, പൊക്കോ, പൊക്കോ, പൊക്കോ. ആ മോനെ, നീ അവളെയും കൊണ്ട് തിരിച്ചു വരാവൂ കേട്ടോ. മുത്തശ്ശി പ്രാർത്ഥിക്കാം. മോൻ ചെല്ല്. പോ. എന്റെ പരദേവതേ, തലേക്കാവിലമ്മേ, എന്റെ കുഞ്ഞിനെ കാത്തോളണേ. മുത്തശ്ശി, മുത്തശ്ശി. എന്താടി മുത്തശ്ശി എങ്ങോട്ട് അവനെ പറഞ്ഞയച്ചത്? നീ എന്തായി പറയുന്നേ? ഞാൻ പറഞ്ഞയച്ചെന്നോ? അതെ, മുത്തശ്ശി അറിയാതെ അവൻ എങ്ങോട്ട് പോവില്ല. നീ വെറുതെ സത്യദോഷം പറയല്ലേ ആമി. ഞാൻ മനസ്സാ വാചാ കർമ്മണ അറിയാത്ത കാര്യാ. വേണ്ട, വെറുതെ അവന് വേണ്ടി ദൈവങ്ങളെ പിടിച്ച് കളവ് പറഞ്ഞ് ഇനി ആ ദോഷം കൂടി വരുത്തി വെക്കണ്ട. നേരെ ചെവ ഒരു കള്ളം പറയാൻ പോലും ചെമ്പകശ്ശേരിയിലെ ജയശങ്കരി അമ്മയ്ക്ക് അറിയില്ല. രക്ഷപ്പെടാൻ പൂജാമുറിയിൽ കയറി വേണമെങ്കിൽ ഇനിയും വാതിലടയ്ക്കാം. പക്ഷെ സ്വന്തം മനസാക്ഷിയുടെ വാതിലടയ്ക്കാൻ മുത്തശ്ശിക്ക് ഈ ജന്മം കഴിയില്ല.